ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പഠിക്കേണ്ടത്. അതാണ് ജേർണലിസ്റ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാഠം. ഒരു നല്ല ചോദ്യം പോലും ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ജേർണലിസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പലപ്പോഴും നമ്മുടെ പത്രക്കാര് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാൻ പാടില്ലാത്തതും അനവസരത്തിലുള്ള ചോദ്യങ്ങളുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അവസരത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെ അനവസരത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ എല്ലാ ജേർണലിസം ഇൻവെസ്റ്റിഗേഷൻസും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ പറഞ്ഞ് 28 വർഷമായെന്നാണ്. ഞാൻ ഈ ജൂലൈ 14-ാം തീയതി 30 വർഷം പൂർത്തിയാക്കുകയാണ്. 21ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണ്. അപ്പോൾ അന്ന് ഈ പണി പഠിപ്പിച്ച ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആശാരിമാരെ കണ്ടിട്ടുണ്ടോ? ആശാരിമാര് നന്നായിട്ട് നല്ല ആശാരി നല്ല കൃത്യമായിട്ടുള്ള മെഷർമെന്റോട് കൂടിയിട്ടാണ് പണിയെടുക്കുക. ഓരോ ഉളി വെക്കുമ്പോഴും അത് ഇത്ര മാത്രമേ താഴുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? മരം കേടോ? നമ്മളും ആ പണിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ ദിവസവും മുകളിലിരിക്കുന്നവനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പണി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ബുദ്ധി, കഴിവ് ഇത് മാത്രം പോരാ ഈ പണിയിൽ വിജയിക്കാൻ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നോട് ആൾക്കാർ സംസാരിക്കാതിരുന്നൊരു കാലം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ജേർണലിസ്റ്റിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളോട് ആൾക്കാർ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? എൻ്റെ ബുദ്ധിശക്തിയോടോ ഈശ്വരനോടോ ഒന്നുമല്ല. എന്നെ വഴിവക്കിൽ കാണുമ്പോൾ എനിക്ക് വിളിച്ച് വിവരം നൽകുന്ന ഓരോ എളിയവരായിട്ടുള്ള മനുഷ്യരോടാണ്. അവരുടെ മുമ്പിലാണ് നമ്മൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്നത്. നിങ്ങളും അതേ പോളിസി പിന്തുടർന്നാൽ ലോകം നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വെക്കാനാണ്. നിങ്ങളുടെ ചെവികൾ തുറന്നു വെക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സിൽ വീഴും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ്.